പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ 2 ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്പർ സിസ്റ്റം, 2 ഫ്രാക്ഷൻസ്. അതിൻ്റെ ക്വസ്റ്റ്യൻസും ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പുതിയൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്, LCM ആൻഡ് HCF. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് പോകാം. LCM ആൻഡ് HCF. എന്താണ് LCM? ഈ LCM ആൻഡ് HCF എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല. എന്നാലും ഇതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഇതിൻ്റെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം, എന്താണ് LCM, എന്താണ് HCF നോക്കാം. LCM എന്ന് വെച്ചാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നുള്ളതാണ് LCMൻ്റെ ഫുൾ ഫോം. HCF എന്ന് വെച്ചാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ. അപ്പം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആൻഡ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ ഇതിനകത്തിലെ LCMനകത്തിലെ മൾട്ടിപ്പിളും HCFനകത്തിലെ ഫാക്ടറും അതാദ്യം എന്താണെന്ന് നോക്കാം. എന്താണ് മൾട്ടിപ്പിൾ, എന്താണ് ഫാക്ടർ, ഇത് രണ്ടും ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കിയേ എന്താണ് മൾട്ടിപ്പിൾ. നോക്കിയേ, ഒരു സംഖ്യയെ എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ച് കിട്ടുന്നവയാണ് അതിൻ്റെ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും ഗുണിതങ്ങൾ. മനസ്സിലായോ? മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഗുണിതങ്ങൾ. മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എന്താ? ഒരു നമ്പറിനെ എണ്ണൽ സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് കിട്ടുന്നവയാണ് നമ്മൾ ഗുണിതങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് വിളിക്കുന്നത്. നോക്കാം. അപ്പോൾ 5 എന്ന് പറയുന്ന ഒരു നമ്പർ, ഈ നമ്പറിനെ എണ്ണൽ സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന, നോക്കാം എണ്ണൽ സംഖ്യകൾ ഏതൊക്കെ എണ്ണൽ സംഖ്യകൾ? 1, 2, 3, 4, 5 അല്ലേ. ഇതൊക്കെയാണ് എണ്ണൽ സംഖ്യ. 5, 6, 7, 8 ഒന്നും പറഞ്ഞ് പോകും. അപ്പോൾ ഈ എണ്ണൽ സംഖ്യകളെ കൊണ്ട് ആ നമ്പറിനെ ഗുണിച്ച് കിട്ടുന്നവയാണ് നമ്മൾ മൾട്ടിപ്പിൾ എന്ന് വിളിക്കുന്നത്. നോക്കാം, എണ്ണൽ സംഖ്യകളെ കൊണ്ട് ആ നമ്പറിനെ ഗുണിക്കുമ്പോൾ ഏതൊക്കെ കിട്ടും? 1 × 5 എത്ര കിട്ടും? 5. 2 × 5 എത്ര കിട്ടും? 10. 3 × 5 എത്ര കിട്ടും? 15. 4 × 5 എത്ര കിട്ടും? 20. 5 × 5 എത്ര കിട്ടും? 25. അങ്ങനെ അങ്ങ് പോവും അല്ലേ. അപ്പോൾ 5ൻ്റെ ഗുണിതങ്ങളായിട്ട് നമുക്ക് എഴുതാം. ഏതൊക്കെയാ? 5, 10, 15, 20, 25 എന്ന് പറയുന്ന അങ്ങോട്ട് എക്സെട്ര. ഇതിങ്ങനെ തുടർന്ന് പോകുന്ന നമ്പേഴ്സ് അല്ലേ, 5ൻ്റെ ഗുണിതങ്ങളായി വരുന്ന നമ്പേഴ്സ്, അതിനെയാണ് 5ൻ്റെ മൾട്ടിപ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു നമ്പറിനെ എണ്ണൽ സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് കിട്ടുന്നവയാണ് നമ്മൾ മൾട്ടിപ്പിൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? നോക്കിയേ, 6ൻ്റെ മൾട്ടിപ്പിൾ എന്തായിരിക്കും? 6ൻ്റെ മൾട്ടിപ്പിൾ എന്തായിരിക്കും? 6, 12, 18, 24, 30, 36 എന്ന് ഇങ്ങനെ പോകുന്നതായിരിക്കും എന്ത്? 6ൻ്റെ മൾട്ടിപ്പിൾ. അടുത്തത് 2ൻ്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതാം? 2, 4, 6, 8, 10 ഇങ്ങനെ പോകുന്നതാണ് 2ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ എന്ന് മനസ്സിലായല്ലോ. എന്താ മൾട്ടിപ്പിൾ? ഒരു നമ്പറിനെ എണ്ണൽ സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് കിട്ടുന്നവയാണ് നമ്മൾ മൾട്ടിപ്പിൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ എണ്ണൽ സംഖ്യകളെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ച് കിട്ടുന്നവയാണ് നമ്മൾ മൾട്ടിപ്പിൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ മൾട്ടിപ്പിൾ വരുന്ന ടേം നമുക്ക് പഠിക്കാം. എന്താ? LCM അല്ലേ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് പറയാം ലഘുതമ സാധാരണ ഗുണിതം. എങ്ങനെയാണെന്ന് നോക്കാം. ഇതേ ഞാൻ 2 നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ എഴുതുവാണ്. ഒന്ന് 9ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാ? 9, 18, 27, 36, 45, 54 അല്ലേ. എങ്ങനെയാ? ഇത് 9 × 1, 1 × 9 9, 2 × 9 18, 3 × 9 27, 4 × 9 36, 5 × 9 45, 6 × 9 54 അങ്ങനെ പോകും അല്ലേ. അപ്പം 9ൻ്റെ ഗുണിതങ്ങൾ എഴുതി അല്ലേ, അല്ലെങ്കിൽ 9നെ എണ്ണൽ സംഖ്യകൾ കൊണ്ട് ഗുണിച്ച ഗുണിതങ്ങൾ ഇവിടെ എഴുതി. അടുത്ത ഞാൻ എഴുതുന്നു 6ൻ്റെ ഗുണിതങ്ങൾ എഴുതുന്നു. 6ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 6ൻ്റെ ഗുണിതങ്ങൾ 1 × 6 6, 2 × 6 12, 3 × 6 18, 4 × 6 24, 5 × 6 30, 6 × 6 36 അല്ലേ. നോക്കിയേ, ഞാൻ 9ൻ്റെയും 6ൻ്റെയും ഗുണിതങ്ങൾ എഴുതി.
ഈ രണ്ട് ഗുണിതങ്ങളിലും കോമൺ ആയിട്ട് വരുന്ന ഗുണിതങ്ങൾ ഏതൊക്കെയാ? ഈ രണ്ട് നമ്പറിലും ഈ രണ്ട് ഗുണിതങ്ങളിലും 9ന്റെ ഗുണിതങ്ങളിലും 6ന്റെ ഗുണിതങ്ങളിലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ദേ ഇവിടെ ഒരു 18 ഉണ്ട്, ഇവിടെ ഒരു 18 ഉണ്ട് അല്ലേ? അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഗുണിതങ്ങൾ ഏതൊക്കെയാ? 18. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഒരു 36 ഉണ്ട്, ഇവിടെ ഒരു 36 ഉണ്ട് അല്ലേ? അപ്പം 18, 36. ഇനി അങ്ങോട്ട് ചെക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണിതങ്ങൾ ഇതേപോലെ കോമൺ ആയിട്ടുള്ള ഒരുപാട് ഗുണിതങ്ങൾ നമുക്കിങ്ങനെ കിട്ടും അല്ലേ? നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്തോ ലീസ്റ്റ്, ലഘുതമ എന്ന് വെച്ചാൽ ഏറ്റവും ചെറുത്, ഏറ്റവും ചെറിയ സാധാരണ ഗുണിതം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഗുണിതം. ഇതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. രണ്ട് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സിൻ്റെയും ഗുണിതങ്ങളിലെ ഏറ്റവും ചെറിയ ഗുണിതം, പൊതുവായിട്ട് വരുന്ന ഏറ്റവും ചെറിയ ഗുണിതത്തെയാണ് നമ്മൾ LCM എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം 9ൻ്റെയും 6ൻ്റെയും LCM എന്ന് പറയുന്നത് എന്താണ്? 18 ആണ്. മനസ്സിലായോ? LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലഘുതമ സാധാരണ ഗുണിതം. എന്താ ലഘുതമ സാധാരണ ഗുണിതം എന്ന് വെച്ചാൽ രണ്ട് സംഖ്യകളുടെ പൊതു ഗുണിതങ്ങളിൽ നിന്നും ഏറ്റവും ചെറുതിനെ എടുക്കുന്നതിനെയാണ് നമ്മൾ ലസാഗു അല്ലെങ്കിൽ ലഘുതമ സാധാരണ ഗുണിതം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? രണ്ട് നമ്പർ തരും, ആ രണ്ട് നമ്പറിൻ്റെ ഗുണിതങ്ങൾ എഴുതുക. ആ ഗുണിതങ്ങളിൽ പൊതുവായിട്ട് വരുന്ന ഏറ്റവും ചെറിയ ഗുണിതം ഏതാണെന്ന് നോക്കണം. രണ്ട് നമ്പറിൻ്റെയും പൊതുവായിട്ട് വരുന്ന ഏറ്റവും ചെറിയ ഗുണിതം ഏതാണെന്ന് നോക്കണം. അതിനെയാണ് ലഘുതമ സാധാരണ ഗുണിതം എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഒരു നമ്പറും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5ൻ്റെ ഗുണിതങ്ങൾ എഴുതുന്നു. 5ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാ? 5, 10, 15, 20, 25, 30 ഇങ്ങനെ പോകും അല്ലേ? ഓക്കെ, ഞാൻ 3ൻ്റെ ഗുണിതങ്ങൾ എഴുതുന്നു. ഏതൊക്കെയാ? 3, 6, 9, 12, 15, 18 അങ്ങനെ പോകും അല്ലേ? ഇവിടെ നോക്കിയേ, രണ്ട് നമ്പേഴ്സിനകത്തിലും 5ൻ്റെയിലും 3ൻ്റെയിലുമുള്ള പൊതുഗുണിതം ഏതാ? 15 എന്നുള്ളതാണ് അല്ലേ? ഇനി അങ്ങോട്ട് പോകുമ്പോൾ 30 വരും, രണ്ടിടത്തും 30 വരും. 10 × 3 30 അല്ലേ? അപ്പോൾ രണ്ടിടത്തും 30 വരും. അപ്പോൾ നമുക്ക് എഴുതാം 15, 30, പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ 45 വരും. അപ്പോൾ നോക്കണം, നമുക്ക് ഇതിനകത്ത് വേണ്ട ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് അല്ലേ? രണ്ടിലും പൊതുവായിട്ടുള്ള ഏറ്റവും ചെറിയ മൾട്ടിപ്പിളാണ് വേണ്ടത്. ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാ? 15 ആണ്. അപ്പോൾ നമുക്ക് പറയാം 5ൻ്റെയും 3ൻ്റെയും LCM എന്ന് പറയുന്നത് ഏതായിരിക്കും? 15 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ LCM എന്താണെന്ന് മനസ്സിലായല്ലോ, മൾട്ടിപ്പിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് അടുത്തതിനകത്തിലോട്ട് പോകാം. അപ്പോൾ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഇത് നോക്കിയേ, ഒരു നമ്പറിനെ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറിനെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന നമ്പേഴ്സിനെയാണ് നമുക്ക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം. ഒരു നമ്പർ തരുന്നു, ആ നമ്പറിനെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ ആ നമ്പേഴ്സിനെ നമുക്ക് വിളിക്കാം ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം. മനസ്സിലായോ? എക്സാമ്പിൾ നോക്കിയേ, 6. ഓക്കെ, 6നെ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയും? ആ നമ്പേഴ്സിനെ എല്ലാം കൂടെ നമുക്ക് പറയാം 6ൻ്റെ ഘടകങ്ങളാണ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ് ആ നമ്പേഴ്സ് എന്ന് വിളിക്കാം. മനസ്സിലായോ? അപ്പം ഏതെങ്കിലും ഒരു നമ്പറിനെ പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം, 6നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 6നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 6 എന്ന് കിട്ടും അല്ലേ? 6നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 6 എന്ന് കിട്ടും. അപ്പം പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ എഴുതി 1. അപ്പോൾ 6ൻ്റെ ഒരു ഘടകമാണ് 1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 6ൻ്റെ ഒരു ഫാക്ടറാണ് 1 എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്പറായ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടും 3. അപ്പോൾ എനിക്ക് നിശേഷം ഹരിക്കാൻ കഴിയുമല്ലോ അല്ലേ? റിമൈൻഡർ വരാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറയും 2 എന്ന് പറയുന്നതും 6ൻ്റെ ഒരു ഫാക്ടറാണ്. ദെൻ തൊട്ടടുത്ത നമ്പറായ 3 ഇട്ട് കൊടുക്കുന്നു. 6 / 3 എനിക്ക് കിട്ടും ആൻസർ 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം 6നെ 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയും. അതുകൊണ്ട് 3 എന്ന് പറയുന്നതും 6ൻ്റെ ഫാക്ടറാണ്. അടുത്തൊരു നമ്പറുണ്ട് 6 / 4 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ വരും. ഇനി തൊട്ടടുത്ത നമ്പറായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ വരും. അടുത്ത നമ്പറായ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം 6 എന്ന് പറയുന്നതും 6ൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ 6ൻ്റെ ഫാക്ടേഴ്സ് കിട്ടിയല്ലോ. കണ്ടോ? 1, 2, 3, 6.
ഇത്രയേ ഉള്ളൂ. നമുക്ക് ആൻസർ 1 വരെ കിട്ടും അല്ലേ. അതാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു നമ്പറിനെ പൂർണ്ണമായി നിശേഷം ഹരിക്കാൻ കഴിയുന്ന നമ്പേഴ്സിനെയാണ്, സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത്. 6ൻ്റെ ഘടകങ്ങളാണ് 1, 2, 3, 6. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ 5ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? നോക്കിയ 5നെ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും? 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. നമുക്ക് ആൻസർ കിട്ടും 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം 1 എന്ന് പറയുന്ന 5ൻ്റെ ഒരു ഫാക്ടറാണ്. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇത്രയും നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ വരും. പിന്നെ 5നെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത് എത്ര കൊണ്ട് മാത്രം? 5 കൊണ്ട് മാത്രം. അപ്പോൾ ആൻസർ 1 എന്ന് കിട്ടും. അപ്പോൾ 1ഉം 5ഉമാണ് ആരുടെ ഘടകങ്ങൾ? 5ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1ഉം 5ഉമാണ്. എന്ന് വെച്ചാൽ 1 കൊണ്ടും 5 കൊണ്ടും മാത്രമേ 5നെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയത്തുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഫാക്ടർ എന്ന് മനസ്സിലായല്ലോ. ഒരു സംഖ്യയിൽ നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ്, ചെറിയ ഘടകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഇത് കണ്ടുപിടിക്കാൻ വേറൊരു വഴിയും കൂടെ ഉണ്ട്. ദേ നോക്കിക്കോ. ഓക്കെ, നമുക്കിത് വേറൊരു രീതിയിലും കൂടെ പറയാം. 6 എന്ന നമ്പേഴ്സ്, 6ൻ്റെ ഘടകങ്ങളാണ്, ഫാക്ടേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഏതൊക്കെ നമ്പർ തമ്മിൽ ഗുണിച്ചാലാണ് നമുക്ക് 6 കിട്ടുന്നതെന്ന് നോക്കുക. ഏതൊക്കെ നമ്പർ തമ്മിൽ ഗുണിച്ചാലാണ് 6 കിട്ടുന്നതെന്ന് നോക്കുക. ആദ്യത്തെ നമ്പറായ 1 ഇട്ട് കൊടുക്കുക. 1 × 6 = 6 ആയിരിക്കും. 1 × 6 = 6 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം 1ഉം 6ഉം കൂടെ ഗുണിച്ചാൽ 6 കിട്ടും. അപ്പോൾ നമുക്ക് പറയാം 1ഉം 6ഉം ആരുടെ ഘടകങ്ങളായിരിക്കും? 6ൻ്റെ ഘടകങ്ങളായിരിക്കും 1ഉം 6ഉം. ഇനി തൊട്ടടുത്ത നമ്പറായ ആര്? 2. 2ൻ്റെ കൂടെ എന്ത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും? 2 × 3 ഗുണിച്ചു കഴിഞ്ഞാൽ 6 കിട്ടും. അപ്പോൾ നമുക്ക് പറയാം 2ഉം 3ഉം ആരുടെ ഘടകങ്ങളാണ് അല്ലെങ്കിൽ ഫാക്ടേഴ്സാണ്? 6ൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇനി വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടുമോ? ഇല്ല. ഇത്രയേ ഉള്ളൂ അല്ലേ. 6നെ ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 6 കിട്ടുമെന്ന് നോക്കുക. 1 × 6 ചെയ്താൽ 6 കിട്ടും. 2 × 3 ചെയ്താലും 6 കിട്ടും അല്ലേ. വേറെ ഏതെങ്കിലും നമ്പർ, 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 6 കിട്ടുമോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം ഈ 4 നമ്പേഴ്സാണ് 6ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 6 കിട്ടും, അതായിരിക്കും 6ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, 6നെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന നമ്പേഴ്സിനെ ആയിരിക്കും 6ൻ്റെ ഫാക്ടർ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് HCF? ഇതിനകത്ത് വരുന്ന എന്താണ് HCF? എന്താ HCF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ, അല്ലെങ്കിൽ മലയാളം പറയുകയാണെങ്കിൽ ഉത്തമ സാധാരണ ഘടകം. നോക്കാം. ദേ 2 നമ്പേഴ്സ് ഞാൻ എടുക്കുന്നു. നമ്മൾ HCF എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് തമ്മിലാണ് എടുക്കുന്നത്. 2ഓ അതിലധികമോ നമ്പേഴ്സ്, അതിൻ്റെയാണ് നമ്മൾ എന്ത് കാണുന്നത്? HCF കാണുന്നത്, അല്ലെങ്കിൽ ഉസാഖ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ഉത്തമ സാധാരണ ഘടകം. അപ്പോൾ 2 നമ്പേഴ്സിൻ്റെ HCF കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. 2 നമ്പേഴ്സ് എടുക്കുന്നു, 12ഉം 18ഉം 2 നമ്പർ എടുക്കുന്നു. ഓക്കെ, 12ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 12ൻ്റെ ഫാക്ടേഴ്സ് നോക്കിയേ. 12ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 12നെ ഏതൊക്കെ നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മൾ 12ൻ്റെ ഫാക്ടർ കിട്ടും? ഓക്കെ, 1 × 12 നമുക്ക് ആൻസർ കിട്ടും 12. അപ്പോൾ നമുക്ക് പറയാം 1ഉം 12ഉം ആരുടെ ഘടകമാണ്? 12ൻ്റെ ഘടകമാണ്. ഇനി 12 കിട്ടണമെങ്കിൽ അടുത്ത ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കണം? 2 × 6 നമുക്ക് പറയാം 12 അല്ലേ. നമുക്ക് പറയാം 2ഉം 6ഉം ആരുടെ ഘടകങ്ങളാണ്? 12ൻ്റെ ഘടകങ്ങളാണ്. അടുത്തത് 3 × 4 12 കിട്ടും അല്ലേ. അപ്പോൾ നമുക്കറിയാം 3ഉം 4ഉം ആരുടെ ഘടകമാണ്? 12ൻ്റെ ഘടകമാണ് അല്ലെങ്കിൽ ഫാക്ടറാണ്. ഇനി വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? തൊട്ടടുത്ത നമ്പറായ 4 × 3 ചെയ്താലും ഈ സെയിം നമ്പർ അല്ലേ. അപ്പം ഇത്രയുമാണ് ആരുടെ ഘടകങ്ങൾ? 12ൻ്റെ ഘടകങ്ങൾ. ഏതൊക്കെയാ? 1, 12, അല്ലെങ്കിൽ ക്രമത്തിൽ എഴുതാം. 1, 2, 3, 4, 6, 12. ഓക്കെ, മനസ്സിലായോ? നമ്മളിങ്ങനെ ഒരു ഓർഡർ ഇട്ട് കൊടുത്താൽ മതി. 1 × 12 12. തൊട്ടടുത്ത നമ്പർ 2 ഇട്ട് നോക്കുക. 2 × 6 12. അടുത്ത നമ്പർ 3 ഇട്ട് നോക്കുക. 3 × 4 12. മനസ്സിലായല്ലോ. അപ്പം 12ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, തൊട്ടടുത്ത നോക്കിയേ 18 അല്ലേ. ഇനി അടുത്ത 18ൻ്റെ കണ്ടുപിടിച്ച് നോക്കാം.
18. 18ൻ്റെ ഫാക്ടേഴ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 1 × 18 = 18 കിട്ടും. അപ്പോൾ നമുക്ക് പറയാം 1ഉം 18ഉം 18ൻ്റെ ഫാക്ടറാണ്. അടുത്ത് നോക്കണം 2 × 9. 2 × 9 നമുക്ക് കിട്ടും 18 അല്ലേ? അപ്പോൾ നമുക്ക് പറയാം 2ഉം 9ഉം ആരുടെ ഫാക്ടറാണ്? 18ൻ്റെ ഫാക്ടറാണ്. അടുത്ത് നോക്കിയേ 3 × 6 അല്ലേ? 3 × 6 എത്ര കിട്ടും? 18 കിട്ടും. അപ്പോൾ നമുക്ക് പറയാം 3ഉം 6ഉം ആരുടെ ഘടകങ്ങളാണ്? 18ൻ്റെ ഘടകങ്ങളാണ്. ഇനി വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല. 4 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 4 കൊണ്ട് ഏതെങ്കിലും നമ്പറിനെ ഗുണിച്ചാൽ 18 കിട്ടുമോ? കിട്ടില്ല. 5 കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടുമോ? ഇല്ല. പക്ഷേ 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 6 3 18 അതേ നമ്പേഴ്സല്ലേ കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടം വരെ ചെയ്താൽ മതി. റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് വേണ്ട. അപ്പം റിപ്പീറ്റ് ചെയ്യുന്നിടം വരെ ചെയ്യുക. ഓക്കെ ആണല്ലോ. 18ൻ്റെ ഫാക്ടേഴ്സ് എഴുതാം. ഓർഡറിൽ 1 ഉണ്ട്. ഓക്കെ, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, ദെൻ 6 ഉണ്ട്, 9 ഉണ്ട്, 18 ഉണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യണം നമ്മൾ? ഇതിനകത്തിലെ പൊതുവായിട്ട് 12-നകത്തിലും 18-നകത്തിലും പൊതുവായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഏതൊക്കെയാണ് പൊതുവായിട്ടുള്ള ഫാക്ടേഴ്സ്? 1 ഉണ്ട്, രണ്ടിടത്തും 1 ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം 1. ഓക്കെ, രണ്ടിടത്തും 1 ഉണ്ട്. രണ്ടിടത്തും 2 ഉണ്ട്, നമുക്ക് എഴുതാം 2. രണ്ടിടത്തും 3 ഉണ്ട്, നമുക്ക് എഴുതാം 3. അടുത്ത രണ്ടിടത്തും 6 ഉണ്ട്, അതും നമുക്ക് എഴുതാം 6. ഇനി ഏതെങ്കിലും ഉണ്ടോ പൊതുവായിട്ട്? ഇനി പൊതുവായിട്ടുള്ള നമ്പേഴ്സ് ഇല്ല അല്ലേ? അപ്പം പൊതുവായിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതി, പൊതുവായിട്ടുള്ള ഘടകങ്ങൾ കോമൺ ഫാക്ടേഴ്സ് എഴുതി അല്ലേ? കോമൺ ഫാക്ടേഴ്സ് CF എഴുതി. കോമൺ ഫാക്ടേഴ്സ് നമുക്ക് വേണ്ട എന്തുവാ? ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ. അതാണ് HCF, ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടേഴ്സ് നമ്മൾ എഴുതി 1 2 3 6 ഇത് ഇത്രയുമാണ് കോമൺ ഫാക്ടേഴ്സ്. എന്താ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ? ഈ ഫാക്ടറിനകത്തിലെ ഹയ്യസ്റ്റ് നമ്പർ അതേതാ? 6 അല്ലേ? 6 എന്ന ഘടകമാണ് ഇതിനകത്തിലെ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടറിനകത്തിലെ ഹയ്യസ്റ്റ് നമ്പർ 6 ആണ്. അപ്പോൾ നമുക്ക് പറയാം 12ൻ്റെയും 18ൻ്റെയും HCF അല്ലെങ്കിൽ ഉസാഖ എന്ന് പറയുന്നത് 6 ആണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ 2 നമ്പേഴ്സ് തരുന്നു, അതിൻ്റെ ഘടകങ്ങൾ എഴുതുന്നു. അതിൻ്റെ ഘടകങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. നമുക്കതിനെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എഴുതുക. അല്ലെങ്കിൽ നമുക്ക് പറയാം 2 നമ്പറിൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ കഴിയുന്ന നമ്പേഴ്സ് എല്ലാം എന്താണ്? ആ 2 നമ്പേഴ്സിനെ എല്ലാം നമുക്ക് എന്തെന്ന് പറയാം? ഘടകങ്ങളാണെന്ന് പറയാം. അങ്ങനെ നമ്മൾ ഘടകങ്ങൾ എഴുതി, ഫാക്ടേഴ്സ് എഴുതി. ഇനി അതിനകത്ത് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എഴുതുക. നമുക്ക് വേണ്ടത് ഹയ്യസ്റ്റ് കോമൺ ഫാക്ടറാണ്, അല്ലെങ്കിൽ HCF ആണ്, അല്ലെങ്കിൽ ഉസാഖയാണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ഫാക്ടേഴ്സിനകത്തിലെ ഏറ്റവും ഹയ്യസ്റ്റ് നമ്പർ എഴുതണം. അതാണ് HCF എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് കുറച്ച് നമ്പേഴ്സ് എഴുതി നോക്കാം. ഓക്കെ, 9ൻ്റെയും 6ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് HCF കാണോ? 9ൻ്റെയും 6ൻ്റെയും HCF. നമ്മൾ എന്ത് ചെയ്യണം? 9ൻ്റെ ഫാക്ടേഴ്സ് എഴുതണം. ഏതൊക്കെയാണ് 9ൻ്റെ ഫാക്ടേഴ്സ്? 1 × 9 9 കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 1ഉം 9ഉം. ഇനി 2 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്ത 3 × 3 നമുക്ക് കിട്ടും 9. അപ്പോൾ ഒരു 3 എഴുതുക. 2 3 എഴുതണ്ടല്ലോ, വേണ്ട. റിപ്പീറ്റ് വേണ്ട, ഒരു 3 എഴുതിയാൽ മതി. ഇനി വേറെ ഏതെങ്കിലും നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടുമോ? ഇല്ല. ഇത്രയും നമ്പരേ ഉള്ളൂ. ഓക്കെ, അപ്പം 9ൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളെന്ന് പറയുന്നത് 1 3 9 ആണ്. അടുത്ത 6ൻ്റെ ഘടകങ്ങൾ എഴുതി നോക്കിയേ. എന്തൊക്കെയാണ്? 1 × 6 അല്ലേ? 2 × 3. ഇനി വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത്രയുമാണ് 6ൻ്റെ ഘടകങ്ങൾ. ഏതൊക്കെയാ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട് അല്ലേ? ഓക്കെ, ഇതിലെ പൊതു ഘടകം ആരാണ്? ഇതിലെ പൊതു ഘടകം എന്ന് പറയുന്നത് 3 മാത്രമേ ഉള്ളൂ. പൊതു ഘടകം 3 എന്ന് പറയുന്ന നമ്പർ മാത്രമേ ഉള്ളൂ. എന്ത്? പൊതു ഘടകം. അതുകൊണ്ട് നമുക്ക് വിളിക്കാം 3 ആണ് 9ൻ്റെയും 6ൻ്റെയും HCF, ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ. മനസ്സിലായല്ലോ? അപ്പോൾ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. ആ ഫാക്ടേഴ്സിനകത്തിൽ പൊതുവായിട്ടുള്ള ഏറ്റവും ഉയർന്ന നമ്പർ, പൊതുവായിട്ടുള്ള ഏറ്റവും വലിയ നമ്പറിനെയാണ് നമ്മൾ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ LCM എന്താണെന്ന് പരിചയപ്പെട്ടു. LCM എന്താണ്? 2 നമ്പേഴ്സിൻ്റെ ഗുണിതങ്ങളിൽ ഏറ്റവും ചെറിയ നമ്പർ, പൊതുവായിട്ട് വരുന്ന പൊതുഗുണിതമാകുന്ന ചെറിയ നമ്പറിനെയാണ് നമ്മൾ LCM അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ലസാഗു, ലഘുത്തമ സാധാരണ ഗുണിതം എന്ന് വിളിക്കുന്നത്.
ഇനി എന്താണ് HCF? നമ്മൾ രണ്ട് നമ്പേഴ്സിൻ്റെ ഫാക്ടർ എഴുതുക. ആ ഫാക്ടറിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ ഫാക്ടർ ഏതാണോ അതിനെയാണ് നമ്മൾ HCF അല്ലെങ്കിൽ ഉസാഗ, ഉത്തമ സാധാരണ ഗുണിതം, ഉത്തമ സാധാരണ ഘടകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ HCF എന്താണ്, LCM എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ LCM കണ്ടുപിടിക്കാൻ നേരത്ത് രണ്ട് നമ്പേഴ്സിൻ്റെ ഗുണിതങ്ങൾ ഇങ്ങനെ നിരത്തി എഴുതണം അല്ലേ. HCF കണ്ടുപിടിക്കാൻ നേരത്ത് രണ്ട് നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഇത് രണ്ടും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗുണിതങ്ങൾ എഴുതിയിട്ട് അതിൽ നിന്ന് ചെറിയ ഗുണിതം എഴുതുന്നതും ഈ ഫാക്ടേഴ്സ് എഴുതിയിട്ട് അതിൽ നിന്നും ചെറിയ ഫാക്ടേഴ്സ് എഴുതുന്നതും ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിയും. പക്ഷേ ഒരു വലിയ രണ്ട് നമ്പേഴ്സാണ് ഇങ്ങനെ തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കും? HCFും LCMും കണ്ടുപിടിക്കാൻ, HCFും LCMും നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫാക്ടറൈസേഷൻ. LCMും HCFും കണ്ടുപിടിക്കാൻ വേണ്ടി പെട്ടെന്ന് വേഗത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് ഫാക്ടറൈസേഷൻ. ഇനി എന്താണ് ഈ ഫാക്ടറൈസേഷൻ നോക്കാം. എന്താണ് ഫാക്ടറൈസേഷൻ എന്ന് നോക്കാം. അപ്പോൾ HCFും LCMും കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണയായിട്ട് രണ്ട് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫാക്ടറൈസേഷനും രണ്ടാമത്തത് ഡിവിഷൻ മെത്തേഡുമാണ്. ഒന്ന് ഫാക്ടറൈസേഷനും രണ്ട് ഡിവിഷൻ മെത്തേഡുമാണ്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. ഓക്കെ, ഇനി എന്താണ് ഫാക്ടറൈസേഷൻ എന്ന് നോക്കാം. എന്താ ഫാക്ടറൈസേഷൻ? ഒരു നമ്പറിനെ കൊച്ചു കൊച്ചു പ്രൈം നമ്പേഴ്സ് ഫാക്ടറായിട്ട് വരുന്ന രീതിയിൽ എഴുതുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു വലിയൊരു നമ്പറിനെ ചെറിയ ചെറിയ പ്രൈം നമ്പേഴ്സിൻ്റെ കഷ്ണങ്ങളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാക്ടറൈസേഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. ഇത് നോക്കിയേ, നമ്മുടെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7 ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ വലിയൊരു നമ്പറിനെ ഈ നമ്പേഴ്സിൻ്റെയൊക്കെ ഘടകങ്ങളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഫാക്ടറൈസേഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ, 18 ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ആദ്യം 18 എഴുതിയിട്ട് ഇങ്ങനൊരു വരയിടും. ഓക്കെ, എന്നിട്ട് നോക്കണം ഏറ്റവും ചെറിയ പ്രൈം നമ്പറായ 2 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കണം. കഴിയുമെങ്കിൽ ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 9 എന്ന് കിട്ടും. ഓക്കെ, ഇനി വീണ്ടും ഇതേപോലെ ഡിവൈഡ് ചെയ്യുക. എന്തുവാ? 9നെ ഏറ്റവും ചെറിയ പ്രൈം നമ്പറായ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. തൊട്ടടുത്ത നമ്പറായ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. ആ 3 ഇട്ട് കൊടുക്കുക. ദെൻ ആൻസർ കിട്ടും 3 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും അടുത്ത നമ്പറിനെ വീണ്ടും ആദ്യത്തെ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ അടുത്ത നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഡിവൈഡ് ചെയ്യുക. ഡിവിഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് 18ൻ്റെ ഫാക്ടറായിട്ട് കിട്ടിയ നമ്പേഴ്സാണ് 2, 3, 3. നോക്കിയേ, 3 നമ്പർ കിട്ടിയല്ലേ. ഈ 3 നമ്പറും ഏത് നമ്പറാണ്? ഈ 3ഉം പ്രൈം നമ്പേഴ്സാണ്. നോക്കി, ഈ പ്രൈം നമ്പേഴ്സിൻ്റെ ഗുണിതങ്ങളൊന്ന് എടുത്ത് നോക്കിയേ. 2 × 3, 3 × 3 എത്ര കിട്ടും? 2 × 3 6 കിട്ടും. 6 × 3 നമുക്ക് ആൻസർ എത്ര എന്ന് കിട്ടും? 18 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് തരുന്ന നമ്പേഴ്സിനെ ചെറിയ ഘടകങ്ങളാക്കി മാറ്റുന്നു. ആ ഘടകങ്ങളുടെ പ്രത്യേകത എന്താ? അത് പ്രൈം ഫാക്ടേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് ആയിരിക്കും ആ ഘടകങ്ങളായിട്ട് വരുന്നത്. അങ്ങനെ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ഫാക്ടറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ LCMും HCFും കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു അല്ലേ. അപ്പം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ നോക്കിയേ, 18ൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചാൽ 1 × 18 അല്ലേ. രണ്ടാമത്തെ ഫാക്ടർ 2 × 9, മൂന്നാമത്തത് 3 × 6. ഇത്രയും ഫാക്ടേഴ്സാണ് നേരത്തെ കണ്ടുപിടിച്ചത് അല്ലേ. ആ ഫാക്ടർ ഒന്ന് എഴുതി നോക്കിയേ, 1 × 18. ഓക്കെ, ഈ 1 ഞാൻ അതേപോലെ താഴേക്ക് ഇറക്കുന്നു. ദെൻ 18നെ 2ആയിട്ട് കട്ട് ചെയ്യുന്നു. 18 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2 × 9 ചെയ്യണം അല്ലേ. ഓക്കെ, 2 × 9. വീണ്ടും ഞാൻ ഈ രണ്ട് നമ്പറിനെ അതേപോലെ എഴുതുന്നു. 1 × 2 ഇൻറ്റു ഈ 9നെ വീണ്ടും ഞാൻ കട്ട് ചെയ്യുന്നു. എങ്ങനെ? 3 × 3. ഓക്കെ, ഇവിടുത്തെ ഫാക്ടേഴ്സ് ഇപ്പോൾ ഏതൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്? 1, 2, 3, 3. ആ നമ്പേഴ്സ് തന്നെയല്ലേ ഇവിടെ? 2, 3, 3. ഫാക്ടറൈസേഷൻ വഴി ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്കൊരു നമ്പറും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 24 എങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യം
2 ഇട്ട് കൊടുക്കും അല്ലേ. 2 ഇട്ട് കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് 24 ഡിവൈഡ് ബൈ 2 നമുക്ക് ആൻസർ കിട്ടും 12 എന്ന്. വീണ്ടും നമ്മൾ 2 ഇട്ട് കൊടുക്കുന്നു, ആൻസർ കിട്ടും 6. വീണ്ടും നമ്മൾ 2 ഇട്ട് കൊടുക്കുന്നു, ആൻസർ കിട്ടും 3. ദെൻ ലാസ്റ്റ് 3 ഇട്ട് കൊടുത്തു 1. അപ്പം 24ൻ്റെ ഫാക്ടേഴ്സായിട്ട് നമ്മൾ ആരേക്ക് എഴുതും? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. കണ്ടോ, ഇതാണ് 24 നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ LCMഉം HCFും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് അത് LCMും HCFും കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ദേ 12 ആൻഡ് 24 ഇതിൻ്റെ LCM എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഓക്കെ, 12 ആൻഡ് 24 ഇതിൻ്റെ LCM എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നോക്കാം. നോക്കിയേ, 12ഉം 24ഉം നമ്മൾ അതേപോലെ എഴുതുന്നു. മുമ്പേ ഡിവൈഡ് ചെയ്യാൻ ഇട്ട പോലെ തന്നെ ഡിവൈഡ് ചെയ്യുന്നു. എത്ര കൊണ്ടാ? രണ്ട് നമ്പറിനെയും പൊതുവായിട്ട് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. രണ്ട് നമ്പറിനെയും എന്ത് ചെയ്യണം? പൊതുവായ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. രണ്ട് നമ്പറിനെ പൊതുവായിട്ട് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 6 എന്ന് കിട്ടും. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 12 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെയും വീണ്ടും ഡിവൈഡ് ചെയ്യുക. രണ്ടിനെയും പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതേതാ? 2 അല്ലേ. 2നെ 6, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 3 കിട്ടും. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 6 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുക? രണ്ടുപേരെയും പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് 3യെയും 6നെയും പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതുണ്ട്? 2 ഇട്ട് കൊടുത്താൽ നമുക്ക് 3യെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അല്ലേ. അപ്പോൾ തൊട്ടടുത്ത നമ്പർ ഇട്ട് കൊടുക്കുക 3. 3 ഇട്ട് കൊടുക്കുമ്പോൾ നോക്കിയേ, രണ്ടുപേരെയും നമുക്ക് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 2 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുക? രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കോമൺ നമ്പർ എടുക്കുക. ഓക്കെ, 1നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടുന്നത്? 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 1 ഉപയോഗിക്കാൻ പറ്റുമോ? 1 ഉപയോഗിച്ചാൽ വീണ്ടും ഈ നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പം തൊട്ടടുത്ത നമ്പറായി 2 എടുക്കുന്നു. 2 എടുക്കുമ്പം 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു പൂർണ്ണസംഖ്യ കിട്ടത്തില്ല. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു പൂർണ്ണസംഖ്യ കിട്ടത്തില്ല. എത്രയായിരിക്കും കിട്ടുന്നത്? 1/2 ആയിരിക്കും കിട്ടുന്നത് അല്ലേ. പൂർണ്ണ നമ്പർ കിട്ടുമോ? ഇല്ല. അപ്പോൾ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്ന നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ നമ്പർ അതേപോലെ താഴേക്ക് എഴുതണം. മനസ്സിലായോ? നമ്മൾ രണ്ടുപേരെയും പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു നമ്പർ, ഇവിടെ 1, 2 രണ്ടിനെയും പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പറില്ല. നമ്മൾ എന്ത് ചെയ്തു? 2നെ മാത്രം ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന 2 ഇട്ട് കൊടുത്തു. അപ്പം 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 എന്ന് കിട്ടും. ഇവിടെ നോക്കിയേ, അവസാനത്തെ ഇങ്ങനെ 1, 1 എന്ന് വരുന്ന രീതി വരെ നമ്മൾ എന്ത് ചെയ്യുക? എപ്പം? LCM കണ്ടുപിടിക്കാൻ നേരത്ത്. അത് മറന്നു പോയത്. LCM കണ്ടുപിടിക്കാൻ നേരത്ത് ഇത് ലാസ്റ്റ് ഇങ്ങനെ 1, 1 വരുന്നിടം വരെ എന്ത് ചെയ്യുക? ചെയ്ത് പോവുക. ദെൻ ഇവിടെയുള്ള ഫാക്ടേഴ്സൊക്കെ ഒന്ന് എടുത്ത് എഴുതിയേ. 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2. ഓക്കെ, ഇത് എത്ര കിട്ടും? ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 2 24 എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, ഇനി വേറൊരു നമ്പർ ഇട്ട് നോക്കാം. 26 ആൻഡ് 32. 26 ആൻഡ് 32 നോക്കാം. ഓക്കെ, നോക്കിയേ, ആദ്യമത്തെ നമ്പർ 2 ഇട്ട് കൊടുക്കും അല്ലേ. 2 കൊണ്ട് രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 26നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 13 എന്ന് കിട്ടും. അടുത്ത ആളെ നോക്കിയേ, അടുത്ത ആളെ ചെയ്യുമ്പോൾ 16 എന്നും കിട്ടും. 13 എന്നും 16 എന്നും ആൻസർ കിട്ടും. ഓക്കെ, നോക്കിയേ, അടുത്തത് 13ഉം 16ഉം. 13നെയും 16നെയും കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? രണ്ടുപേരെയും പറ്റത്തില്ല. 2 കൊണ്ട് 13നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം 3 നോക്കിയേ, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ 13നെയും 16നെയും കൂടെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. പൊതുവായ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ ഒരു നമ്പർ മാത്രം എടുക്കുന്നു, 16 മാത്രം എടുക്കുന്നു. ഓക്കെ, 16നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും? 2 കൊണ്ട് കഴിയും. അപ്പോൾ നമ്മൾ 2 ഇട്ട് കൊടുത്തു. 13നെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ ആ 13 അതേപോലെ താഴേക്ക് എഴുതുന്നു.
13 ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതേപോലെ താഴേക്ക് എഴുതുന്നു. ബാക്കി നമ്പർ 16 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 8 എന്ന് കിട്ടും. വീണ്ടും അടുത്ത കണ്ടീഷൻ നോക്കുക. 13 8 പൊതുവായ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇവിടെയും 13 8 കഴിയില്ല. പൊതുവായ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 8 മാത്രം കൺസിഡർ ചെയ്യുക. അതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 13 ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 13 അതേപോലെ താഴേക്ക് ഇറക്കുന്നു. 8നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ ആൻസർ 4 എന്ന് കിട്ടും. വീണ്ടും എന്ത് ചെയ്യുക? വീണ്ടും ഇതേ പ്രക്രിയ തന്നെ 2. 13 ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 13 താഴേക്ക് ഇറക്കി. 4നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ ആൻസർ 2 എന്ന് കിട്ടും. വീണ്ടും എന്ത് ചെയ്യുക? 2 കൊണ്ട് ചെയ്ത് നോക്കുക. അപ്പം 13 ഇവിടെ 1 ആയി. ഇനി എന്ത് ചെയ്യണം? 13നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും പൂർണ്ണമായിട്ട്? 13 എന്ന നമ്പർ കൊണ്ട് മാത്രം അല്ലേ? അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുക 13. അപ്പം 13നെ 13 കൊണ്ട് ചെയ്യുമ്പം 1 കിട്ടും. 1നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ നോക്കിയേ? 1 ഡിവൈഡ് ബൈ 13 അല്ലേ? ഒരു പൂർണ്ണ നമ്പർ കിട്ടത്തില്ല. 1 താത്തിറക്കി. അപ്പോൾ താഴെ നോക്കിയേ, താഴെ ഏറ്റവും താഴെ നമുക്ക് 1 1 എന്ന് കിട്ടി. അങ്ങനെ 1 1 കിട്ടുന്നിടം വരെ ഇങ്ങനെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ സൈഡിൽ കിട്ടിയേക്കുന്ന ഇത്രയും നമ്പറിനെ നിരത്തി എഴുതുക. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 30. കണ്ടോ? ഇനി ഇതെല്ലാം കൂടെ ഗുണിക്കുക. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16, 16 ഇൻറ്റു 2 32, 32 ഇൻറ്റു 30. ഓക്കെ, ഗുണിക്കുക. ആൻസർ കിട്ടും 416. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യുക? ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി അവസാനം 1 1 കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഏറ്റവും ചെറിയ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോവുക. ഇനി രണ്ട് നമ്പേഴ്സിനെയും നമുക്ക് കോമൺ ആയിട്ടൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്ത് പോവുക. മറ്റേ നമ്പർ അതേപോലെ താഴേക്ക് ഇറക്കി പോവുക. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി HCF എന്താണെന്ന് നോക്കാം. HCF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവുക. ഇവിടെ എങ്ങനെ HCF കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിയേ. എങ്ങനെ HCF കണ്ടുപിടിക്കുന്നത്? HCF എന്ന് വെച്ചാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് അല്ലേ? രണ്ട് പേരിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ആയിരിക്കണം. നോക്കിയേ, നമ്മളിവിടെ 12നെയും 24നെ കോമൺ ആയിട്ടുള്ള ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. രണ്ട് പേർക്കും കോമൺ ആയിട്ടുള്ള നമ്പറായിരുന്നു 2 അല്ലേ? ഇവിടെ നോക്കിയേ, അന്നേരം നമുക്ക് ആൻസർ കിട്ടിയ 6ഉം 12ഉം. അതിനെയും 6നെയും 12നെയും കോമൺ ആയിട്ടുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. രണ്ട് പേരെയും ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് ആൻസർ കിട്ടി 3ഉം 6ഉം. ഇനി 3യും 6നെയും കോമൺ ആയിട്ട് വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് 1ഉം 2ഉം കിട്ടി അല്ലേ? അടുത്ത നമ്പർ എടുത്തപ്പോൾ നോക്കിയേ, ഇവിടെ 2 എടുത്തപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യാൻ കഴിയുമായിരുന്നോ? ഇല്ല, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു അല്ലേ? 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞത് എവിടെ മാത്രം? എത്രയും ഭാഗം മാത്രം? ഇത്രയും നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? 2 ഇൻറ്റു 2 ഇൻറ്റു 3, 2 ഇൻറ്റു 2 ഇൻറ്റു 3 വരെ നമുക്ക് കോമൺ ഫാക്ടർ ഉള്ളായിരുന്നു. രണ്ട് പേർക്കും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് 2ഉം 2ഉം 3ഉം വരെ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം ഇതാണ് HCF. എത്ര? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12. അപ്പം ഇതാണ് 12 എന്ന് പറയുന്നതാണ് HCF. എന്തിൻ്റെയൊക്കെ? 12ൻ്റെയും 24ൻ്റെയും HCF എന്ന് പറയുന്നത് എന്തായിരുന്നു? 12 ആയിരുന്നു. മനസ്സിലായോ? LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം 1 1 വരുന്നത് വരെ എല്ലാ നമ്പേഴ്സിനെയും ചെയ്യണം. ഇതാണ് LCM എന്ന് പറയുന്നത്. HCF എന്ന് വെച്ചാൽ എന്താ? രണ്ട് നമ്പേഴ്സാണ് എടുക്കുന്നതെങ്കിൽ ആ രണ്ട് നമ്പറിനെ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ വരെ, കോമൺ ആയിട്ട് എവിടം വരെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അത്രയും നമ്പറേ നമ്മൾ എടുക്കത്തുള്ളൂ. അടുത്ത കണക്ക് നോക്കിയേ. ഇവിടെ HCF എത്രയായിരിക്കും നോക്കിയേ? 26നെയും 32നെയും നമ്മൾ കോമൺ ആയ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്രയത്? 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, തൊട്ടടുത്ത് കിട്ടിയ ആൻസറായ 13ഉം 16ഉം ഇതിന് രണ്ടിനെയും നമ്മൾ കോമൺ ആയിട്ട് നമ്പേഴ്സ് വെച്ചാണോ ഡിവൈഡ് ചെയ്തേ? അല്ല, രണ്ടിടത്തും കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത്, ഇവിടെ കോമൺ ആയിട്ട് എടുത്ത ഒറ്റ നമ്പറേ ഉള്ളൂ. അതേത് നമ്പരാ? 2 ആണ്. അപ്പോൾ നമുക്ക് പറയാം 26ൻ്റെയും 32ൻ്റെയും കോമൺ ഫാക്ടറാണ്, അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF ആണ് 2 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 32 58.
രണ്ട് നമ്പർ. നമുക്കിതിൻ്റെ HCFും LCMും ഒന്നിച്ച് കാണാം. അപ്പോൾ ആദ്യം കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന 2 എന്ന നമ്പർ ഇട്ട് കൊടുത്തു. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 16 എന്ന് കിട്ടും. 58നെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 29 എന്ന് കിട്ടും. ഇനി നോക്കുക, 16നെയും 29നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏത് നമ്പറുണ്ട്? ഓക്കെ, ഇനി 16നെയും 29നെയും ഏതെങ്കിലും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല അല്ലേ? 16നെയും 29നെയും ഒരു കോമൺ നമ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇവിടുത്തെ HCF എന്തായിരിക്കും? 2 ആയിരിക്കും. കാരണം രണ്ട് നമ്പേഴ്സിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ഫാക്ടറേ ഉള്ളത് 2 അല്ലേ? LCM കണ്ടുപിടിക്കാൻ നമ്മൾ വീണ്ടും താഴോട്ട് ചെയ്തു പോകണം അല്ലേ? LCM ആകുമ്പോൾ കുഴപ്പമില്ല, രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരാളെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്ത് താഴേക്ക് പോകും. അപ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുത്തിട്ട് 16നെ ഡിവൈഡ് ചെയ്യാം, 8 എന്ന് കിട്ടും. 29നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് 29 അതേപോലെ എഴുതുന്നു. വീണ്ടും എന്ത് ചെയ്യുക? താഴേക്ക് ഡിവൈഡ് ചെയ്യുക. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. 29നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് 29 എന്ന് ഇട്ടു. വീണ്ടും താഴേക്ക് ചെയ്യുമ്പം 2 കൊണ്ട് ചെയ്യുക. 4നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ ആൻസർ 2 കിട്ടും. 29 താഴേക്ക് എഴുതി. അടുത്ത വീണ്ടും 2 ഇട്ട് കൊടുത്തു, ആൻസർ 1 കിട്ടി. 29 അതേപോലെ എഴുതി. തീർന്നു. ഇല്ല, അവസാനം എന്ത് പറഞ്ഞു? 1 എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ദേ ഇങ്ങോട്ട് നോക്കിയേ, വീണ്ടും നമ്മൾ 29നെ എന്തുകൊണ്ട് ചെയ്യുന്നു? 29 ചെയ്യണമെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 29 കിട്ടുമോ? ഇല്ല, വേറെ നമ്പറൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ 29 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ആൻസർ 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എത്ര കിട്ടും? LCM എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു എത്ര 2 ഉണ്ട്? 3 4 5 2 ഉണ്ട് അല്ലേ? ഇൻറ്റു 29. ഇതാണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. ഇത്രയും നമ്പേഴ്സ് ഗുണിക്കുമ്പം കിട്ടുന്നതാണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 18 28 LCMും HCFും കാണുക. 18ഉം 28ഉം എന്ത് ചെയ്യണം? രണ്ടിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18നെ ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. 28നെ ചെയ്യുമ്പോൾ 14 എന്ന് കിട്ടും. ഇനി നോക്കിയേ, രണ്ടിനെയും ഏതെങ്കിലും കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല അല്ലേ? രണ്ടിനെയും ഒരു കോമൺ നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇവിടെ എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലേ? ഇനി നോക്കിയേ, 9നെയും 14നെയും ഒരു കോമൺ നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിനെ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ 14നെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 9 താത്തിറക്കി. 14നെ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പം 7 കിട്ടും. ഇനി എന്ത് ചെയ്യും? 9നെയും 7നെയും ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ നമ്മൾ 7നെ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്തു? 7 ഇട്ട് കൊടുത്തു. 9 അതേപോലെ എഴുതി. 7 ഡിവൈഡ് ബൈ 7 1 കിട്ടി. ഓക്കെ, ഇനി 9നെ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ 3 ഇട്ട് കൊടുക്കുന്നു. 9 ഡിവൈഡ് ബൈ 3 ആൻസർ കിട്ടി 3. ഇവിടെ 1. പിന്നെ വീണ്ടും എത്ര ചെയ്യുന്നു? 3 കൊണ്ട് ചെയ്യുന്നു. 1, 1. ആൻസർ എത്ര കിട്ടി നമുക്ക്? LCM എന്ന് പറയുന്നത് 2 ഇൻറ്റു 7 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലേ? ആൻസർ എത്ര കിട്ടും? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 7 28, 28 ഇൻറ്റു 3 ഇൻറ്റു 3 9, 28 ഇൻറ്റു 9, 28 ഇൻറ്റു 9 എത്ര കിട്ടും? 52 എന്ന് കിട്ടും. 252. ഇതാണ് 18ൻ്റെയും 28ൻ്റെയും LCM. അപ്പോൾ 18ൻ്റെ 28ൻ്റെയും LCM 252ഉം HCF വെറും 2. മനസ്സിലായോ? അടുത്ത നമ്പർ ചെക്ക് ചെയ്ത് നോക്കാം. 35 and 10. 35 and 10. നോക്കിയേ, ആദ്യം ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയേ. എത്ര കൊണ്ടാണ്? പൊതുവായിട്ട് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 35. ഇവിടെ 2 കിട്ടും അല്ലേ? ഈ 7നെയും 2നെയും ഏതെങ്കിലും പൊതുവായിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ല അല്ലേ? അപ്പോൾ ഇത് 5 എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ടേ നമുക്കിവിടെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം HCF എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇനി താഴേക്ക് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? LCM അല്ലേ? 2നെ കൺസിഡർ ചെയ്യുന്നു. 2 ഇട്ട് കൊടുത്തു. ദെൻ 7 ഇവിടെ 1. അടുത്ത 7നെ കൺസിഡർ ചെയ്ത് നമ്മൾ എത്ര ഇട്ട് കൊടുക്കുന്നു? 7 ഇട്ട് കൊടുക്കുന്നു. 1, 1. ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എത്ര കിട്ടും? 5 ഇൻറ്റു 2 ഇൻറ്റു 7 അല്ലേ? ആൻസർ കിട്ടും 70. മനസ്സിലായല്ലോ? അപ്പോൾ LCM എന്ന് പറയുന്നത് താഴെ ഇങ്ങനെ 1, 1 വരുന്നത് വരെ ഏതെങ്കിലും ഒരു നമ്പറിനെ കൺസിഡർ ചെയ്ത് എന്താ ഡിവൈഡ് ചെയ്ത് പോവുക.
HCF എന്ന് വെച്ചാൽ നമുക്ക് എത്ര നമ്പേഴ്സാണോ തരുന്നത് അത്രയും നമ്പേഴ്സിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ആ നമ്പേഴ്സ് എടുക്കത്തുള്ളൂ. ഓക്കെ, അതാണ് HCF. ഓക്കെ ആണല്ലോ. അപ്പോൾ HCFും LCMും കാണാൻ പഠിച്ചു. ഓക്കെ, അടുത്ത നമ്പർ നോക്കിയേ, 3,5. 3,5 ഇതിൻ്റെ HCFും LCMും കാണുക. നോക്കാം, 3യും 5ഉം നമ്മൾ ഫാക്ടറൈസേഷൻ തുടങ്ങി. രണ്ടിനെയും ഏതെങ്കിലും കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല അല്ലേ. 3യെയും ചെയ്യാൻ പറ്റില്ല, നമുക്ക് 5നെയും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് തരുന്ന നമ്പേഴ്സിനെ ഒന്നും കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ, എന്ന് വെച്ചാൽ ഫാക്ടറൈസേഷൻ ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ LCM എന്ന് പറയുന്നത് ആ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3യുടെയും 5ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. ആൻസർ 15 എന്ന് കിട്ടും. ഇതൊന്ന് നോക്കിയേ, ഇവിടെ ഏതെങ്കിലും രണ്ട് നമ്പറിനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. 3 കൺസിഡർ ചെയ്ത് നമ്മൾ 3 ഇട്ട് കൊടുത്തു, ഇവിടെ 1 കിട്ടും, ഇവിടെ 5 കിട്ടും. അടുത്ത 5നെ കൺസിഡർ ചെയ്തു, 5 ഇട്ട് കൊടുത്തു, ഇപ്പോൾ 1 കിട്ടി അല്ലേ. ഗുണിക്കുമ്പോൾ എന്തായിരിക്കും? 3 × 5 3 × 5 എന്ന് കിട്ടും. കണ്ടോ, 3 × 5 തന്നെയല്ലേ ഇവിടെ കിട്ടിയേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ തരുന്ന നമ്പേഴ്സിനെ പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ LCM എന്ന് പറയുന്നത് ആ നമ്പേഴ്സിൻ്റെ ഗുണിതങ്ങളായിരിക്കും. മനസ്സിലായോ? ഇവിടുത്തെ HCF നോക്കിയേ, നമുക്ക് 3യെയും 5നെയും എടുത്തിട്ട് ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ രണ്ടിനെയും കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ HCF എല്ലാം ഇപ്പോഴും 1 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ രണ്ട് നമ്പേഴ്സ് എടുക്കുന്നു, ആ രണ്ട് നമ്പേഴ്സിനെ പൊതുവായിട്ടൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ LCM എന്ന് പറയുന്നത് ആ നമ്പേഴ്സിൻ്റെ ഗുണിതങ്ങളായിരിക്കും. അവിടുത്തെ HCF എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. വേറൊരു നമ്പർ നോക്കാം, 27. ഓക്കെ, 27 എടുക്കുക. നോക്കിയേ, 27 ഇതിനെ ഏതെങ്കിലും കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇല്ല അല്ലേ. 2നെയും 7നെയും കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് എഴുതാം, അവിടുത്തെ LCM എന്ന് പറയുന്നത് 2 × 7 ആയിരിക്കും അല്ലേ, 14. അവിടുത്തെ HCF എത്രയായിരിക്കും? കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ അവിടുത്തെ HCF 1 ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് LCM, എന്താണ് HCF, എന്താണ് മൾട്ടിപ്പിൾ, എന്താണ് ഫാക്ടർ, എങ്ങനെയാണ് LCM കണ്ടുപിടിക്കുന്നത്, ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്താണ്, എങ്ങനെ നമ്മൾ രണ്ട് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ LCM കാണാം, അതിൻ്റെ HCF കാണാം, ഇത്രയും നല്ല വൃത്തിയായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അടുത്തൊരു 2 വീഡിയോയിലായിട്ട് ഇതിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അത് PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും റെയിൽവേ ബേസ്ഡ് ആയിട്ടുള്ളതും 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.